കേരളത്തിന് 24,000 കോടിയുടെ പാക്കേജ്, വയനാടിന് 2,000 കോടിയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഒന്നും പ്രസംഗത്തിൽ കേട്ടില്ല. പ്രസംഗത്തിൽ മാത്രമല്ല, ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ സാധാരണ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും പറയില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുക്കുന്ന സംഖ്യയുടെ കാര്യങ്ങളൊന്നും ബഡ്ജറ്റിൽ പറയാറില്ല. പൊതു പോളിസിയാണ് ബഡ്ജറ്റിൽ പറയാറ്. അങ്ങനെ പറയുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഈ ബഡ്ജറ്റ് മഹാഭൂരിപക്ഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കൃഷിക്കാരെ അവഗണിച്ചുള്ള ബഡ്ജറ്റാണ്, തൊഴിലാളികളെ അവഗണിച്ചുള്ള, യുവാക്കളെ അവഗണിച്ചുള്ള ബഡ്ജറ്റാണ്. അതായത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി യാതൊരു നിർദ്ദേശവും വയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ദാരിദ്ര്യം, നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂടുതൽ കൂപ്പുകുത്തുകയാണ്. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയൊന്നുമില്ല. പ്രൈസ് റൈസ് ഓരോ ദിവസം ചെല്ലുന്നവരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള യാതൊരു മാർക്കറ്റ് ഇൻ്റർവെൻഷനും നടത്താൻ വേണ്ടിയുള്ള പ്രപ്പോസൽസ് ഒന്നും ഈ ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റ് മേഖലയിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ മുന്നോട്ട് വരുന്നില്ല. അതോടൊപ്പമാണ് നമ്മുടെ കേരളം ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിമാൻഡും അംഗീകരിക്കാൻ തയ്യാറാണ്. നേരത്തെ ഇ.ടി. ആയിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇ.ടിയോട് ഞാൻ യോജിച്ച ഒരു പ്രക്ഷോഭം നടത്തുമോ സഭയിൽ? അതിനെന്താ, കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ ഒരുമിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്ന പറഞ്ഞത്? കഴിഞ്ഞ ഒരു വർഷമായി, അതായത് 18ാം ലോക്സഭ ആരംഭിച്ചതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള എംപിമാർ കൂട്ടായി, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് കൂട്ടായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച 24,000 കോടി രൂപയുടെ പാക്കേജിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള BJP MP ഒഴികെയുള്ള ബാക്കി എല്ലാ എംപിമാരും ചേർന്നുകൊണ്ടുള്ള നിവേദനം നമ്മൾ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു. അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വന്ന് കൊടുത്തത് കൂടാതെ കേരളത്തിലെ മുഴുവൻ എംപിമാരും ചേർന്നുകൊണ്ടുള്ള പോരാട്ടവും നടത്തി. പക്ഷേ ആ യോജിപ്പ് സഭയിലുണ്ട്. യോജിപ്പ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒരു സമീപനം അതാണ്, നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, കേരളത്തെ അവഗണിക്കുക എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ഫൈറ്റ് നമുക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഇതിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ഉണ്ടാകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് നയം തിരുത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ശരി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് പൊതുവെ എംപിമാരുടെ പ്രതികരണം വരുന്നത്.